കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഒരുക്കിയ ഒരു കുഞ്ഞു വിഷുക്കണിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് നമ്മുടെ പെരക്കകത്ത് ഉള്ള ലൈറ്റ് വെട്ടത്തിലൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് 2 കുഞ്ഞു കണ്ണന്മാരാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു വെണ്ണക്കണ്ണനും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കുഞ്ഞു കോടക്കുഴൽ കണ്ണനുമാണ് എനിക്കുള്ളത് കേട്ടോ. പിന്നെ എന്തോ ഒരു പാടാന്നറിയാമോ എൻ്റെ കൂട്ടുകാർ ഈ കണിക്കൊന്ന കിട്ടാൻ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ കണിക്കൊന്നയെ കാട്ടി പ്ലാസ്റ്റിക് പൂവാണ് ഇപ്പോൾ എന്താ പറയുക മാർക്കറ്റിലൊക്കെ നല്ല ഡിമാൻഡായിട്ട് നിൽക്കുന്നത്. എന്നാൽ പോട്ടെ, അതിനെ ഞങ്ങൾ കുറച്ച് മേടിച്ചിട്ടുണ്ട്. നല്ല 2 സൈഡിലും ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കണിക്കൊന്ന ഉണ്ടായിരുന്നു, അത് നമ്മൾ മറ്റേ ഫ്രൂട്ട്സിൻ്റെ പുറത്തൊക്കെ വെച്ചു. ഇനി വിഷു സദ്യ ഒരുക്കിയിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടാലോ കാണാം. മോളെ, ഇന്ന് വിഷുവായിട്ട് എന്തൊക്കെയാ വിശേഷമായിട്ട് ഒരുക്കിയത്? കാണിച്ചു തരാവേ. കാണീര്. ഇത് നമ്മളെ കാണാവോ? ഓ, കാണാം. ഇത് നമ്മളുടെ അടിപൊളി പച്ചടി. പച്ചടി കഴിഞ്ഞിട്ട് ഇത് നമ്മളുടെ കിച്ചടി, ബീട്രൂട്ട് കിച്ചടി. ഓ, അത് ശരി. ഇത്തിരി കളർ കുറവാണ്. പിന്നെ ഇഞ്ചിക്കറി, നല്ല സൂപ്പർ ഇഞ്ചിക്കറി. അതിനുശേഷം അവിയല്, പിന്നെ നല്ല 1-ാം തരം പരിപ്പ്. അതിനുശേഷം നല്ല അടിപൊളി മാങ്ങ അച്ചാറ്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയത് നല്ല 1-ാം തരം തോരൻ. ഇനി അതിനുശേഷം കണ്ടേ അടിപൊളി പുളിശ്ശേരി. ഇനി അതിനുശേഷം ചോറ്. അതെ, അടിപൊളി നല്ല മിൽക്ക് മെയ്ഡ് ഒക്കെ ഇട്ടുണ്ടാക്കിയ നമ്മളെ ബ്രഹ്മസലി പായസം. ഇനി നല്ല അടിപൊളി തീയല്. അതിനുശേഷം പപ്പടം. പിന്നെ നല്ല 1-ാം തരം ഫ്രൂട്ട് സാലഡ്. കൂട്ടുകാരെ, വിഷുസദ്യ എല്ലാം ഒരുക്കിയത് അച്ഛൻ കഴിച്ചു തീർന്നു. ലാസ്റ്റ് പായസം കുടിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ എനിക്ക് ഇച്ചിരി സമയം കിട്ടി. എന്താണെന്നറിയാമോ, പാവം വിശന്ന് വലഞ്ഞാണ് വന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് വിഷു അല്ലേ, അപ്പോൾ 1-ാം തീയതി നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ. എന്നും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അയക്കുന്നതാണ് കേട്ടോ, രാവിലെ കഴിക്കാൻ. പക്ഷേ തിരക്കുള്ള ദിവസങ്ങളിലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും എടുത്ത് കഴിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പാവം ഈ സമയം വരെയും വിശന്നാണ് നിന്നത്. അതുകൊണ്ട് ഞാൻ ധൃതി പിടിച്ചാണ് സദ്യ ഉണ്ടാക്കിയ. കൃത്യം 12 മണിയായപ്പോൾ കൊടുത്തു. അച്ഛക്ക് എന്തായാലും നമ്മുടെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടേ അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇനി ഞാൻ കഴിച്ചാൽ മതി. അന്നേരം പറഞ്ഞു കുഴപ്പമില്ല, പിങ്കിമോളും ഇരുന്നു എൻ്റെ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ കഴിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ അച്ഛൻ എടുത്തു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിഷുക്കാലം ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുന്നു. നമ്മളെ വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ഇനിയൊരു വീഡിയോയുമായി കാണാം.